കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത് കേരളത്തിനേക്കാൾ കുറഞ്ഞ വേതനം. ഓണറേറിയവും ഇൻസെന്റീവും അടക്കം പരമാവധി ലഭിക്കുന്നത് 7,500 രൂപ മാത്രം. വേതന വർധനവ് ആവശ്യപ്പെട്ട് ജനുവരിയിൽ കർണാടകയിൽ ആശാവർക്കർമാരുടെ സംഘടനകൾ സംയുക്ത പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. കർണാടകയിൽ ഗ്രാമീണ നഗരമേഖലകളിലായി 42,000-ഓളം ആശാവർക്കർമാരാണ് ജോലി ചെയ്യുന്നത്. മാതൃശിശു സംരക്ഷണവും പൊതുജനാരോഗ്യ സംരക്ഷണവും ഉൾപ്പെടെ ചെയ്യുന്ന ജോലിക്ക് അർഹമായ വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് കർണാടകയിലെ ആശാവർക്കർമാർ. 5,000 രൂപ ഓണറേറിയമാണ് കർണാടക സർക്കാർ ആശാവർക്കർമാർക്ക് നൽകുന്നത്. കേരളത്തിൽ ലഭിക്കുന്നതാകട്ടെ 7,000 രൂപ. ഗൃഹസന്ദർശനം ഉൾപ്പെടെ എല്ലാ ദിവസവും ഫീൽഡ് ജോലി ചെയ്താൽ കർണാടകയിൽ പരമാവധി ലഭിക്കുന്ന ഇൻസെന്റീവ് 2,500 രൂപയാണ്. അതേസമയം കേരളത്തിൽ ശരാശരി 6,500 രൂപ ഇൻസെന്റീവ് ലഭിക്കുന്നുണ്ട്. 2-3 മാസം വൈകിയാണ് കർണാടകയിൽ വേതനം കിട്ടുന്നതെന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലെ പാണാജെ പഞ്ചായത്തിലെ ആശാവർക്കറായ ഉഷ പറഞ്ഞു. മാസമാസം വരുന്നില്ല, എപ്പോഴാണെങ്കിലും വരുന്നത് അതെ 5,000. പിന്നെ ഇൻസെന്റീവ് ഇങ്ങനെ 2,500 ഞങ്ങൾ പണിയെടുത്ത അങ്ങനെ ഇൻസെന്റീവ് എത്ര കിട്ടുന്നുണ്ട്? 2,500. ആരോഗ്യപരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന ആശാവർക്കർമാർക്ക് കിട്ടുന്ന വേതനം അപര്യാപ്തമാണെന്ന് പാണാജെ പഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂനത്തിൽ മെഹ്റ പറഞ്ഞു. അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ട് കിട്ടുന്നില്ല. നല്ലോണം അവർക്ക് ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്കിൽ അവർ പണി ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം അവർ ചെയ്യുന്ന ജോലിക്ക് മതിയാവില്ല. കൂടുതൽ കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. കർണാടകയിലെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വേതന വർധനവ് ആവശ്യപ്പെട്ട് ബംഗളൂരുവിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ജനുവരിയിൽ ആശാവർക്കർമാർ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. 10,000 രൂപയായി വേതനം വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി കർണാടക സർക്കാർ സമരം ഒത്തുതീർത്തെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഓണറേറിയവും ഇൻസെന്റീവും ഉൾപ്പെടെ കേരളത്തിൽ ലഭിക്കുന്നതിന്റെ പകുതി വേതനം മാത്രമാണ് കർണാടകയിലെ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത്. വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭപാതയിലാണ് ആശാവർക്കർമാർ. പാണാജയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.